അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുക്കറിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കൂട്ടുകറി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് കുമ്പളങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ പിന്നെ ഇതിലേക്ക് നമ്മൾ കായ ചേർക്കുന്നുണ്ട്, ചേന ചേർക്കുന്നുണ്ട്, കടല ചേർക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആ അളവിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് കുമ്പളങ്ങ, പിന്നെ അതേപോലെ തന്നെ ചേന. പക്ഷേ ചേന എൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്, കാരണം ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ അത്രയ്ക്ക് അങ്ങനെ ചേന ഫ്രഷ് ആയിട്ടും കിട്ടില്ല, ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ ഒരു പാക്കറ്റ് ചേനയാണ് ഞാൻ എടുത്തേക്കുന്നത്. നാട്ടിലാകുമ്പോൾ പിന്നെ ചേന വേണ്ടത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ല ചേന, നന്നായിട്ട് വേവണ ചേന നോക്കിയിട്ട് എടുക്കുക. ഈ അളവിൽ തന്നെ എടുത്തോട്ടെ. 1.5 കപ്പ് ഇപ്പം ചേനയും ചേർത്തു. പിന്നെ ആ അളവിൽ തന്നെ ഏത്തക്കായയുടെ തൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കളഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ പീൽ ചെയ്ത് അതിൻ്റെ മുകളിൽ നിന്ന് കട്ടിയുള്ളത് കളയില്ലേ, അതേപോലെയാണ് കളഞ്ഞിട്ടുള്ളൂ. ഫുള്ളായിട്ട് തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പം അത് 4ആയിട്ട് കീറിയിട്ട് ഇതേപോലെ കുറച്ച് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് ചെറിയ പീസായിട്ട്, എന്നാൽ ഭയങ്കര കുനുകുനൂന്നും കട്ട് ചെയ്യുകയും ചെയ്തത്. ഇതും ചേർത്തു. ഈ കുക്കർ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചു, കാരണം ഇതിലേക്ക് നമുക്ക് വെള്ളം വേണം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. കാരണം വെള്ളത്തിൽ പൊടികൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കുക്കറിൻ്റെ കഷ്ണത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടപ്പോൾ ഏറ്റവും മുകളിലായിട്ടാണ് ഇട്ടേക്കുന്നത്, കാരണം കായ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇനി ഇളക്കണില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കായ അടിയിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതി കായ. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കാരണം ഇതിലേക്ക് പിന്നെ നമ്മൾ വേറെ പച്ചമുളകൊന്നും ചേർക്കണില്ല. പിന്നെ നല്ല എരിവുള്ള മുളകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്തോട്ടാ. പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിച്ചെടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്താണ്. ഇതേപോലെ ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം കൂട്ടുകറിക്ക് ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോഴും ഫ്രഷ് ആയിട്ട് നിങ്ങൾ ആ സമയമൊക്കെ ആകുമ്പോൾ പൊടിച്ച് വെക്കുക, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും, എന്നാലേ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ചേർക്കാണ്. ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കണില്ല, നമുക്ക് കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് ഒരൊറ്റ വിസിൽ വന്നാൽ മതി, കൂടുതൽ വിസിലടിക്കരുത്, ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് കടല ചേർക്കണം. കടല ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചേർക്കേണ്ട കഷ്ണങ്ങൾ ഫസ്റ്റ് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ തേങ്ങയായിരുന്നു കേട്ടോ, കാരണം അത്യാവശ്യം നന്നായിട്ട് കൂട്ടുകറിയിലേക്ക് തേങ്ങയൊക്കെ വറുത്തിട്ട് ഇടണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3/4 ഭാഗമാണ് നമ്മൾ വറുക്കാൻ എടുക്കുന്നത്, 1/4 ഭാഗമാണ് നമ്മൾ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എപ്പോഴും വറുത്ത് ഇടുന്നത് കൂടുതൽ ഇടണം, എന്നാൽ മാത്രമേ നമ്മുടെ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, കാരണം കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വേണം, അപ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകറി കുറച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് നമ്മൾ വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഉഴുന്ന് വറുത്തെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഞാൻ ഇതേപോലെ ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ശ്രദ്ധിച്ചോട്ടെ, കാരണം ഇതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങ ചേർക്കാം, കാരണം ഒരു കളറങ്ങ് മാറി തുടങ്ങുമ്പോൾ തന്നെ തേങ്ങ ചേർത്തോ. കാരണം ഈ തേങ്ങയും മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കില്ല, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അതും കൂടിയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കളറ് മാറി അങ്ങനെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ തേങ്ങ നല്ലൊരു ചുവന്ന കളറ് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടിയും തേങ്ങ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിക്കോട്ടെ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഡാർക്ക് കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക,
ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇരുന്നിട്ട് തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടെ. പിന്നെ ബാക്കിയുള്ള തേങ്ങയും ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുക്കറിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. അത് നോക്കിക്കേ, ഇപ്പം ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടല ചേർക്കാം. ചിലർ ഗ്രീൻ പീസ് ചേർക്കുന്നവരുണ്ട്. ഞാനിവിടെ വെള്ളക്കടലയും കറുത്ത കടലയും രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വേവിച്ചിട്ട് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് കടലയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു ടൈപ്പ് കടലയാണ് ചേർക്കാറുള്ളത്. ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്തതിൻ്റെ അത്രയ്ക്ക് തന്നെ ചേർക്കാം. ഇനി തീ ഓണാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, ചെറിയ ജീരകവും കൂടി ചേർത്തത്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. തേങ്ങ വറുത്തത് ഇപ്പം ചേർക്കണ്ട. ഇതിലേക്ക് ഞാൻ ശർക്കരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. കാരണം കൂട്ടുകറിക്ക് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്തോ. കാരണം ഇഞ്ചിയും പുളിക്കും കൂട്ടുകറിക്കും അത്യാവശ്യം ശർക്കര ചേർക്കണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് വലുപ്പമുള്ള ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. അതായത് ശർക്കര ഇത് കല്ലില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര അങ്ങനെ അലിയിച്ചിട്ട് അരിച്ചിട്ട് എടുത്തോ. ഇത് ശർക്കര അലിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചേർത്തോട്ടെ. ഈ കുക്കർ വിസിലിട്ടിട്ട് മൂടണ്ട. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാനൊന്ന് മൂടി വയ്ക്കട്ടെ. എന്നിട്ട് അരച്ച തേങ്ങ ചേർക്കാം. നമ്മുടെ ആ ശർക്കര അലിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടി മധുരം കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കാണ്. ഇതുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. കാരണം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കുറുകിയ പോലെ ഇരിക്കണം. എന്നാലും ആ തേങ്ങയും കൂടിയിട്ട് നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇത് ഉണ്ടാക്കി വെച്ചാലും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴും ഒന്ന് ഡ്രൈ ആവും. പക്ഷെ അതൊന്നുകൂടി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ പിന്നെ മൂടി വയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ക്യാമറയിൽ കുറച്ച് കളർ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കളറൊന്ന് കുറച്ച് വെച്ചിട്ട് അതിപ്പോൾ ശരിക്കുള്ള കളറായി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കുന്നത്. ഞങ്ങൾ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. മധുരം കുറച്ച് വേണ്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കര, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. കാരണം ശർക്കര പിന്നെ പാനിയായിട്ട് ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര ചേർക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്.